ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ഊർജമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, മുന്നോട്ട് പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ എന്തോ ഒരു കാരണത്താൽ നമ്മൾ ഒരിടത്ത് തന്നെ കുടുങ്ങിപ്പോയതുപോലെ ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ? ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രം സ്റ്റക്കായതുപോലെ, നിശ്ചലരായതുപോലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ കാലുകളല്ല, നമ്മുടെ മനസ്സാണ് ചിലപ്പോൾ ഒരു ഓർമ്മയിലും ഒരു വേദനയിലും ഒരു നഷ്ടത്തിലും ഒക്കെ കുടുങ്ങിപ്പോകുന്നത്. പക്ഷേ ഒന്നോർക്കുക, ലോകത്തിലെ ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർ പ്രതിസന്ധികളെ അതിജീവിച്ച് ഉയർന്നു വന്നവരാണ്. കരഞ്ഞു തളർന്ന രാത്രികൾക്ക് ശേഷം ചിരിച്ചവരുണ്ട്. തോറ്റുപോയെന്ന് കരുതിയിടത്തു നിന്ന് വിജയിച്ചവരുണ്ട്. അവർക്ക് മാത്രം പ്രത്യേകമായ ശക്തി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഇതൊന്നും സംഭവിച്ചത്. ഒരു ദിവസം അവർ തീരുമാനിച്ചു, ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ മുന്നോട്ട് പോകും, എന്നെ തളർത്താനാകില്ല എന്ന്. ഒരു ട്രെയിനെ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അത് തകരാറിലായതുകൊണ്ടല്ല അവിടെ നിൽക്കുന്നത്. അടുത്ത യാത്രയ്ക്കുള്ള ആളുകളെ കയറ്റാനും ഊർജ്ജം സംഭരിക്കാനുമാണ് അത് അവിടെ നിൽക്കുന്നത്. അതുപോലെ നിങ്ങളുടെ യാത്രയും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. യുവർ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. നിങ്ങൾ തകർന്നിട്ടില്ല, നിങ്ങൾ വഴി തെറ്റിയിട്ടില്ല. കാണിച്ചു കൊടുക്കണം, നിങ്ങളൊരു ഇടവേളയിലാണ്, ഒരു പുതിയ തുടക്കത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുക. എന്നെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകൾക്ക് എൻ്റെ ഭാവിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ നൽകില്ല. എൻ്റെ സ്വപ്നങ്ങൾക്കായി ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ ജീവിതത്തിന് ഇനിയും അർത്ഥമുണ്ട്. ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല. കാരണം എൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളാരും കുടുങ്ങിപ്പോയിട്ടില്ല. ജീവിതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് ശക്തമായി നിങ്ങൾ തയ്യാറാവുകയാണ്. ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കൂ. വിജയം തൊട്ടടുത്ത് തന്നെയുണ്ട്. തോറ്റുകൊടുക്കരുത് എവിടെയും. എന്തെന്നാൽ ജീവിതം അത്രമേൽ മനോഹരമാണ്. ആഘോഷിക്കൂ ഓരോ നിമിഷവും. ഡോക്ടർ ജിഷ മേരി.